ബ്രെയിൻ വാഷ് ചെയ്യുന്നതിനായി എന്തൊക്കെ രീതികളാണ് ഉപയോഗിക്കുന്നത് നോക്കാം. 4 കാര്യങ്ങൾ. ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു പക്ഷേ ആദ്യം വെറുപ്പിൻ്റെ വിത്ത് മുളപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്കിടയിൽ അവരുടെ മതത്തിൻ്റെ മഹത്വം പറഞ്ഞ് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കും. ഈ പോസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ ഏറ്റവും നമ്പർ 1 ആണ്, നമ്മുടെ സംസ്കാരം ഏറ്റവും ഉയർന്നതാണ് എന്ന രീതിയിലുള്ളൊരു പോസ്റ്റ്. നമ്മൾ വളരെ മഹത്തരമുള്ള ആളുകളാണെന്നും ഉള്ള ഒരു അഹങ്കാരം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ മറ്റൊരു രീതിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ വർഷങ്ങളായി ചില ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമ്മളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നും തെളിയിക്കുന്നതാണ് ചില ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വളരെ അപകടത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ ഉള്ളിലേക്ക് വെറുപ്പിൻ്റെ മെസ്സേജുകൾ വന്നു തുടങ്ങും. വാട്സപ്പ് വഴി, സോഷ്യൽ മീഡിയ വഴി വന്നു തുടങ്ങുന്നു. അവർ പറയുന്നു, ഈ ആളുകൾ ആരാണ് നിങ്ങളെ ഇല്ലാതാക്കാൻ? മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖുകാർ, BJPക്കെതിരെ ആരെല്ലാം എതിരായി നിൽക്കുന്നു? ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, ലെഫ്റ്റ് പാർട്ടി, മറ്റ് പാകിസ്ഥാൻ, ചൈന, USA, റഷ്യ, ഇൻ്റർനാഷണൽ ഏജൻസികൾ, ഇതെല്ലാം നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കുന്നതാണ്. ഇനിയാണ് നാലാമത്തെ കാര്യം. ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ആരാണ്? മോഡി എന്ന ദൈവം നിങ്ങളെ രക്ഷിക്കാൻ എത്തുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ മോദിക്ക് മാത്രമേ കഴിയൂ. ഇതോടെ കൂട്ടത്തോടെ ഇലക്ഷന് മുമ്പായി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരുപാട് മെസ്സേജുകൾ, ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങുന്നു. അതോടെ ഈ ഒരു സംഭവം ആക്ടിവേറ്റായി തുടങ്ങുന്നു. നുണയുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും പിന്നീട്. ഇനി ഇതെല്ലാം ചേർത്ത് വായിക്കാം. ഒന്നാമത്തത് ഡിപ്പാർട്ട്മെൻറ്റ് 1, ഡിപ്പാർട്ട്മെൻറ്റ് 2, ഡിപ്പാർട്ട്മെൻറ്റ് 3. ഇതെല്ലാം ഈ കണ്ട 3 വിഷയങ്ങളിൽ നിന്നും ഒറ്റാളെ നിങ്ങളെ രക്ഷിക്കാൻ ഉള്ളൂ, അത് മോഡിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആത്മാഭിമാനം, അഹങ്കാരം, സെൽഫ് പിറ്റി, പിന്നെ ഭയം, വെറുപ്പ്, ഇത്തരത്തിലെല്ലാം വന്നു കഴിഞ്ഞാൽ അയാൾ മാനസികമായി ഇവരുടെ അടിമയായി കഴിയും.